ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله فإن خير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وتمت كلمة ربك صدقا وعدلا لا مبدل لكلماته وهو السميع العليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിൻ്റെ നിയമം ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരും നമ്മളൊക്കെ സമാധാന പ്രേരികൾ. നാം ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ അത് കുടുംബത്തിലാവട്ടെ, ബന്ധുമിത്രാദികൾക്കിടയിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, ലോകത്ത് തന്നെ സമാധാനം പുലരണം. എല്ലാവരും സന്തോഷത്തോടെ വളരെ ആശ്വാസത്തോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ മനുഷ്യരുടെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നതായിരിക്കും. ഒരു സമൂഹം സമാധാനത്തോടെ സന്തോഷത്തോടെ കൂടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ സമൂഹത്തിൽ നീതി നിർവഹണം വളരെ ഭംഗിയായി നടക്കുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആൻ സമാധാനം എന്ന പദത്തേക്കാൾ കൂടുതൽ പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ നീതി എന്ന പദം. ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഉണർത്തുന്നതായി കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട്. ആ താളം നീതിയിൽ അധിഷ്ഠിതമാണ്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി സൂചിപ്പിക്കുന്നത്. ഒരിടത്ത് അല്ലാഹു പറഞ്ഞത് നിന്റെ രക്ഷിതാവിന്റെ കലിമത്തുകൾ, വാക്കുകൾ സത്യസന്ധമായി നീതിപൂർണമായി പൂർണ്ണമായി കലിമാത്ത്. അള്ളാഹുവിന്റെ വാക്കുകൾക്ക് കലിമാത്തുകൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവരും സൂക്ഷ്മമായി അറിയുന്നതും. നീതി എന്നുള്ളത് അള്ളാഹുവിലേക്ക് പല സന്ദർഭങ്ങളിലായി വിശുദ്ധ ഖുർആൻ ചേർത്ത് പറയുന്നതായി കാണാൻ കഴിയും. ഒരിടത്ത് അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുക, അള്ളാഹുവിന് സാക്ഷികളായി. ഇതേ ആശയത്തെ മറ്റൊരിടത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നത് ആദ്യ ആയത്തിൽ നിങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുക, അള്ളാഹുവിന് സാക്ഷിയായിരിക്കും. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ച ആയത്തിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് സാക്ഷികളായി. അള്ളാഹു, നീതി, ഈ രണ്ട് പദങ്ങൾ സ്ഥാനചലനം വരുത്തി പറഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവ് തന്നെ നീതിക്ക് ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക അല്ലെങ്കിൽ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. വിശ്വാസികളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം എവിടെയൊക്കെ ചെല്ലുകയോ അല്ലെങ്കിൽ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ നീതിയിൽ അധിഷ്ഠിതമായ പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അത് വ്യക്തി ജീവിതത്തിലാവട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, സാമൂഹ്യ ജീവിതത്തിലാവട്ടെ, എവിടെയാണ് നോക്കൂ, വ്യക്തിപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് നീതി പാലിക്കുക നാം ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 3 ആളുകൾ വന്നു, സന്ദർശകരായി. പ്രവാചകൻ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകന്റെ ജീവചരിത്രത്തെക്കുറിച്ച്, അദ്ദേഹം എങ്ങനെയാണ് രാത്രി പകൽ കഴിച്ചു കൂട്ടുന്നതിനെ കുറിച്ച് അവർ അന്വേഷിച്ചു. പ്രവാചകന്റെ ജീവിതക്രമം, അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ, ആരാധനാപരമായ കാര്യങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചപ്പോൾ അവർക്ക് തോന്നി ഇത്രയൊന്നും പോരാ. അങ്ങനെ 3 ആളും 3 രീതിയിൽ പ്രതിജ്ഞ എടുക്കുകയും അതിൽ ഒരാൾ പ്രതിജ്ഞ എടുത്തത് ഞാൻ വിവാഹം കഴിക്കുകയോ മക്കൾ അതുപോലെയുള്ള കുടുംബ ബന്ധങ്ങളുമായി ബന്ധം പുലർത്തുകയോ ചെയ്യുകയില്ല, അത് എൻ്റെ ആരാധനാ കർമ്മങ്ങൾക്ക് തടസ്സമാണ്, ഞാൻ രാത്രികാലം മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നു. മറ്റൊരാൾ തീരുമാനിച്ചത് നോമ്പ് അത് എൻ്റെ ഒരു നിത്യശീലമാണ്, എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇത് അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് വീണ്ടും പ്രവാചകന്റെ നടപടിക്രമങ്ങൾ വിശദീകരിപ്പിൻ എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്റെ സുന്നത്തുകൾ, എന്റെ നടപടിക്രമങ്ങൾ. ആരെന്റെ സുന്നത്തിനെ പിൻപറ്റുന്നുവോ അവൻ എന്നെ പിൻപറ്റിയിരിക്കുന്നു. എന്റെ ഈ നടപടിക്രമങ്ങളോട് താതാത്മ്യം പ്രാപിക്കാത്ത അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള പ്രതിജ്ഞകൾ എടുക്കുന്ന ആളുകൾ അവർക്ക് എന്നിൽപ്പെട്ടവരല്ല എന്നാണ് പ്രവാചകൻ വിശദീകരിച്ചത്. അപ്പൊ നമുക്ക് നമ്മോട് ചില ബാധ്യത. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ആരോഗ്യത്തിന് ക്ഷയം സംഭവിക്കത്തക്ക രീതിയിലുള്ള ആരാധന കർമ്മങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ ശരീരത്തോട് നമുക്ക് ചില ബാധ്യതകൾ, പ്രോപ്പറായി ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യുകയും അതിന്റെ ബാധ്യതയാണ്. ഉറക്കം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യം നിലനിർത്തുന്നതിൽ അതിന് വളരെ വലിയ പങ്ക്. ആ പ്രതിജ്ഞ അവരിൽ ഒരാൾ ചെയ്ത് രാത്രികാലം മുഴുവൻ ഞാൻ നിന്ന് നമസ്കരിക്കുമെന്ന് പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. അത് നമ്മുടെ ശരീരത്തോട് നാം നിർവഹിക്കുന്ന നീതിയാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി എങ്ങനെ നീതി പാലിക്കണമെന്ന് പറയുന്നു. ഇസ്ലാം വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ മാനുഷികമായ ചില പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ ഭാര്യമാരെ വെക്കുന്നതിന് അനുവാദം നൽകുന്നത് ബഹുഭാര്യത്വം അനുവദിക്കുന്നു. എന്നാൽ അവിടെ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ പ്രത്യേക കണിശമായ രീതിയിലുള്ള നിർദ്ദേശമുണ്ട്. നിങ്ങൾക്ക് നീതി ഗുണം പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം. മസ്നാവ് സുലാത്ത കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് നീതി നിങ്ങൾക്ക് നിഷ്പക്ഷത പാലിക്കുവാൻ സാധിക്കുമെങ്കിൽ മാത്രം എന്നാണ്. ആ നിബന്ധന പ്രത്യേകം പരാമർശിക്കുക. ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ മക്കളുടെ കാര്യം, പലപ്പോഴും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കൾ വിവിധ തരത്തിലുള്ള ശേഷികളും കഴിവുള്ള ആളുകളായിരുന്നു. 3 ആൺമക്കളുണ്ടെങ്കിൽ 3 ആളുകളെയും അഭിരുചികളും താല്പര്യങ്ങളും ആറ്റിറ്റ്യൂഡും വ്യത്യസ്തമായി. ചില ആളുകൾക്ക് സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധ്യതയും അതുപോലെ തന്നെ താല്പര്യമുള്ള ആളുകളായി. മറ്റു ചില ആളുകൾ അത്ര തന്നെ യുക്തിയോ അല്ലെങ്കിൽ തന്ത്രമോ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന മകനോട് നമുക്കൊരു പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ ശാരീരികമായ ക്ഷമതയില്ല എന്ന് തോന്നുന്ന വ്യക്തിയോട് ഒരു പ്രത്യേക താല്പര്യം, അങ്ങനെയില്ല. മക്കളോട് നീതി പാലിക്കുക എന്നുള്ളത് വളരെ കണിശമായ നിർദ്ദേശമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തിയുടെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് വരികയും ആ കുഞ്ഞ് വന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ അദ്ദേഹം മടിയിൽ പിടിച്ചിരുത്തി. രണ്ടാമതൊരു കുട്ടി അല്പം കഴിഞ്ഞു വന്നു. ആ സന്ദർഭത്തിൽ ആ കുട്ടിയെ ചുംബിക്കുകയും മടിയിലേക്ക് വെച്ചു. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മക്കളുടെ കാര്യത്തിൽ നീതി പാലിക്കണം. ആദ്യത്തെ കുട്ടിയോട് പെരുമാറിയതുപോലെ അല്ല രണ്ടാമത്തെ കുട്ടിയോട് പെരുമാറിയത്. അവിടെ അല്പം കൂടി പരിഗണന കുട്ടിക്ക്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്ര വലിയ കുറ്റകരമായി നമുക്ക് തോന്നുകയില്ല എങ്കിൽ കൂടി അവിടെ നീതി പാലിക്കണമെന്ന് പ്രവാചകൻ പറയുകയില്ല. പ്രവാചകനോട് പറയുകയുണ്ടായി, പ്രവാചകരെ ഞാൻ എൻ്റെ ഈ മകനെ ഞാൻ ഒരു ഒട്ടകത്തെ ദാനം ചെയ്തു. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, മറ്റു മക്കൾക്കൊക്കെ നൽകിയിട്ടുണ്ട്? ഇല്ല പ്രവാചകൻ. എങ്കിൽ ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും നൽകുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിപരമായി ഓരോ വ്യക്തിത്വങ്ങളാണ്. പക്ഷെ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മൾ നൽകുന്നുവെങ്കിൽ നീതി പാലിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 5 മക്കളിൽ ഒരു ആൺകുട്ടി മാത്രമാണെങ്കിൽ ആ കുട്ടിയോട് ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ സ്നേഹം കാണിക്കുകയും നമ്മുടെ വസ്തുവകൾ നൽകുന്ന സന്ദർഭത്തിൽ
ഇസ്ലാം നിഷ്കർഷിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അത് നീതിയല്ല എന്ന് നാം തിരിച്ചറിയേണ്ടത്. മറിച്ചായാൽ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റു മേഖലകളെടുത്ത് പരിശോധിക്കുക, അവിടെയൊക്കെ തന്നെ ഇത് നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൽ നാം ഇടപെടുന്ന സന്ദർഭത്തിൽ വ്യക്തി എന്ന നിലയ്ക്ക് നാം എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ തന്നെ ഈ നീതിപൂർവ്വം പെരുമാറുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നീതി എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ ഭരണപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് മാത്രം ബാധകം. അങ്ങനെയില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ഇടപാടുകൾ, വിവിധ തരത്തിലുള്ള റോളുകളുണ്ട്. ആ റോളുകളിലൊക്കെ തന്നെ നീതിപൂർവ്വം പെരുമാറുക, ഇടപെടുക എന്നുള്ളത് വളരെ കണിശമായ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഏറ്റവും കൂടുതൽ നീതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യത്തിലാണ്. നമ്മൾ ആലോചിച്ചു, നമ്മളൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ആളുകൾ. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഭോക്താവ് വരുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുന്നു എന്ന സന്ദർഭത്തിൽ അയാൾ വഞ്ചിക്കപ്പെടുന്ന രീതിയിൽ, ഉപഭോക്താവിനെ പറ്റിക്കുന്ന രീതിയിൽ ചെയ്യുന്നുവെങ്കിൽ അത് അന്യായമാണ്, അനീതിയാണ്. ഖുർആൻ വളരെ കൃത്യമായി അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളെ കുറിച്ച് പരാമർശിക്കുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശം. അവർ ആളുകളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ വളരെ കണിശമായി, കൃത്യമായി, പൂർണ്ണമായി വാങ്ങും. എന്നാൽ ആളുകൾക്ക് അങ്ങോട്ട് അളന്നു നൽകുന്ന സന്ദർഭത്തിൽ കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചതിപ്രയോഗങ്ങൾ നടത്തുകയോ ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അവർ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ലേ, നാളെ ഒരു ദിവസം വരാനുണ്ട്, അവിടെ താൻ ഹാജരാക്കപ്പെടും എന്നുള്ള ബോധം അവർക്കില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അവർ നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം ആ കൊടുക്കൽ വാങ്ങൽ. മറ്റൊരിടത്ത് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കിടയിൽ അന്യായമായ രീതിയിൽ നിങ്ങൾ ഭുജിക്കരുത്, തിന്നരുത് എന്ന്. അത് വളരെ കൃത്യമായ നീതിയിൽ അധിഷ്ഠിതമായ പരസ്പരം തൃപ്തികരമായ കച്ചവടത്തിലൂടെയല്ലാതെ നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെടുന്ന കച്ചവടത്തിലൂടെയല്ല. അപ്പൊ കച്ചവടം നടത്തുന്ന സന്ദർഭത്തിൽ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചില അർഹതകളുണ്ട്, അയാൾക്ക് ചില റൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ട്. രണ്ടുപേരും പരിഗണിക്കപ്പെടുന്ന രീതിയിലായിരിക്കണം, അവിടെ നീതിപൂർവമായിരിക്കണം എന്ന് ഖുർആൻ കണിശമായി പറയും. ഇനി സാമ്പത്തികമായ മറ്റിടപാടുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെയൊക്കെ തന്നെ നമുക്കിത് കാണാൻ കഴിയും. ഇനി കുടുംബവുമായി വിവാഹം ഇസ്ലാമിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കർമ്മമാണ്. ആ വിവാഹ സന്ദർഭത്തിൽ നീതിമാന്മാരായ രണ്ട് സാക്ഷികൾ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി വിവാഹമോചനമാണെങ്കിലും ഒരു വിവാഹ മോചന കത്ത് പള്ളികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ 3 മൊഴിയും ചെല്ലിയിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി അത് ഒരിക്കലും സംഭവിക്കുന്നില്ല. ഖുർആൻ വളരെ കണിശമായി അവിടെ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഇങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായാൽ നീതിമാന്മാരായ 2 സാക്ഷികൾ ഉണ്ടാവട്ടെ. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ നിർദ്ദേശം നമുക്ക് കഴിയും. സാമ്പത്തികമായ അളവ് തൂക്കക്രമങ്ങളിലും അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലും. നമുക്കറിയാം, നീതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സിമ്പൽ തുലാസാണ്. ഖുർആൻ അതിനെ ആ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അളവിലും തൂക്കത്തിലും ഒരിക്കലും കൃത്രിമം കാണിക്കുന്നത്. ആകാശഭൂമികളെ അല്ലാഹു സന്തുലിതമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ ആ സന്തുലിതം പാലിക്കുന്നതിന് വേണ്ടി അത് എവിടെയും നമ്മൾ പാലിക്കേണ്ട കാര്യമാണ് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലും എങ്കിലും അന്യായമായി അനീതിയോടുകൂടി നാം പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വളരെ കൃത്യമായ സൂക്ഷ്മതാബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. തഖ്വയുമായി ബന്ധപ്പെട്ട് പറയുന്ന സന്ദർഭത്തിൽ നമസ്കാരം, ആരാധനാകർമ്മങ്ങൾ, വേഷവിധാനങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ. പക്ഷേ ഖുർആൻ ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ തഖ്വ എന്ന് പറയുന്നത്, സൂക്ഷ്മതാബോധം എന്ന് പറയുന്നത് നീതിയുമായി ബന്ധിപ്പിച്ചാണ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരാളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പക, വിദ്വേഷം അല്ലെങ്കിൽ അനിഷ്ടകരമായ കാര്യമുണ്ടെങ്കിൽ അയാളോട് അന്യായം പ്രവർത്തിക്കാനുള്ള ത്വര ഉണ്ടാവാം. ഖുർആൻ പറയുന്നില്ല, ഒരു സമൂഹത്തോടുള്ള വെറുപ്പ്, അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നീതിപൂർവ്വം വർത്തിക്കോ. അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും കൂടുതൽ അടുത്തത്, ഭക്തിയോട് ഏറ്റവും അടുത്തത്. അപ്പൊ ഭക്തിയുമായി ബന്ധിപ്പിച്ചാണ് ഈ നീതിബോധത്തെ പറയുന്നത്. പള്ളിയിൽ വളരെ കൃത്യമായി വരുന്നു, ജമാഅത്തുകൾ പങ്കെടുക്കുന്നു, ആരാധനാകർമ്മങ്ങൾ കണിശമായി അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി
പുറത്തിറങ്ങി കച്ചവടം നടക്കുന്ന സന്ദർഭത്തിൽ ഉപഭോക്താവിനെ വഞ്ചിക്കത്തക്ക രീതിയിൽ പെരുമാറുകയും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട ഒരു വസ്തു പിടിച്ചു വെക്കുന്നുവെങ്കിൽ, അത് അയൽവാസിയാകാം, നേരത്തെ പറഞ്ഞ രീതിയിൽ മക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാവാം, ആരുമാവാം, അവിടെ ആ ന്യായമായ പ്രവർത്തനത്തിൽ അയാൾക്ക് ഏർപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കാര്യങ്ങൾ അയാളെ സ്വാധീനിക്കുന്നില്ല എന്ന് വേണം നാം തിരിച്ചറിയാൻ. അതാണ് അല്ലാഹു പറയുന്നത്, അതാണ് സൂക്ഷ്മതയോട് ഭക്തിയോട് ഏറ്റവും കൂടുതൽ അടുത്തത്. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 135-ാമത്തെ വചനത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇപ്രകാരമാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷികളായതുകൊണ്ട് നീതിപൂർവ്വം വർത്തിക്കുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ആ നീതിപൂർവ്വം വർത്തിക്കുക എന്നത് നിങ്ങൾക്കെതിരായിരുന്നു, അതിൽ വാലിദൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരുന്നു, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരായിരുന്നു. ഈ യകുന്നു വലിയനോ ഫക്കീറൻ, ഈ നീതി ലഭിക്കപ്പെടുന്ന വ്യക്തി ധനികനാകാം അല്ലെങ്കിൽ ദരിദ്രനാകാം. അവരുമായി കൂടുതൽ അടുക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവ്വം നടപ്പാക്കുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയെ, നിങ്ങളുടെ ദേഹേച്ഛയെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. നിങ്ങൾ ഇനി പിന്തിരിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്താപം കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു വളരെ സൂക്ഷ്മമായി അറിയും. എത്ര ഉദാത്തമായ ആശയമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നാം ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. അത് നമുക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കോ ആർക്കെതിരായിരുന്നു ഒരു പ്രശ്നത്തിൽ നാം ഇടപെടുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ മകനാണ്, മറ്റൊരു മറുഭാഗത്തുള്ളത് മറ്റൊരു വ്യക്തിയാണ്. നമ്മുടെ മകന്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ മകനെതിരെ നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നാം നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യത്തിൽ നാം ഇടപെടുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് തന്നെ എതിരാണ്. പക്ഷേ നമ്മുടെ സ്വാർത്ഥത അവിടെ നമുക്ക് വേണ്ടി വാദിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുന്നുവെങ്കിൽ നാം യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് ആലോചിക്കേണ്ടത്. അമേരിക്കൻ ഐക്യനാടുകളിൽ വളരെ പ്രശസ്തമായ ലോ അക്കാഡമി മസാച്യൂസെറ്റ്സ് എന്ന പ്രദേശമാണ്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ പോലെയുള്ള ആളുകളൊക്കെ പഠിച്ച മികച്ച ഒരു ലോ അക്കാഡമി. അതിൽ ഒരിക്കൽ ഒരു മത്സരം നടത്തുകയുണ്ടായി. ആ മത്സരം ലോകത്ത് ഏറ്റവും കൂടുതൽ നീതിയെ കുറിച്ച് പരാമർശിക്കുന്ന കോഡ്സ് അത് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ മത്സരം. അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ അതിൽ പങ്കെടുക്കുകയും പല നിലക്കുള്ള നീതിയുമായി ബന്ധപ്പെട്ട കോഡ്സുകൾ അവരൊക്കെ കളക്ട് ചെയ്യുകയും അതിൽ മികച്ച കോഡ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ആയത്താണ് പറയുന്നത്. സൂറത്തുൻ നിസായിലെ 135-ാമത്തെ വചനം. ആ സ്ഥാപനത്തിന് മുമ്പിൽ ഈ സൂത്രം ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ആദ്യം സൂചിപ്പിക്കുന്ന നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക, അല്ലാഹുവിന്റെ സാക്ഷികളായിരുന്നു. അപ്പൊ നമുക്കെതിരായിരുന്നാൽ, നമ്മുടെ മക്കൾക്കെതിരായിരുന്നാൽ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരായിരുന്നാൽ, എവിടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും, അതോടൊപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ട ആളുകൾ അനീതിയുടെ അപ്പോസ്തലന്മാരാകാറുണ്ട്. ഇവിടെ ന്യായത്തിനും നീതിക്കും നിദാനമായി വർത്തിക്കുന്നത് സമ്പത്താണ്. പൈസ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആളുകൾ അയാൾ തെറ്റ് ചെയ്താൽ വൃഥാ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അയാൾ പാവല്ലേ എന്ന് വിചാരിച്ച് അയാൾ തെറ്റ് ചെയ്യുമ്പോൾ വൃഥാ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകും, സാഹചര്യം ഉണ്ടാകും. ഇവിടെ നോക്കുക, അല്ലാഹു പറയുന്നത് ഈ യകുന്നു വലിയനോ ഫക്കീറൻ, നീതി ലഭിക്കപ്പെടുന്ന വ്യക്തി ധനികനാകട്ടെ ദരിദ്രനാകട്ടെ, അല്ലാഹുവാണ് അവരുടെ കാര്യത്തിൽ കൂടുതൽ ബന്ധപ്പെട്ടത് നമ്മളെക്കാൾ. അതുകൊണ്ട് ന്യായമായ തീരുമാനത്തിൽ നാം നിൽക്കുക. നമ്മുടെ തൊട്ടയൽപക്കത്ത് ജീവിക്കുന്ന വ്യക്തി വളരെ ദരിദ്രനാണ്, സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കപ്പെടുന്നതാണ്. തൊട്ട അപ്പുറത്തുള്ള അല്പം മെച്ചപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇയാൾ ചെയ്യുന്നത് അനീതിയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അയാൾ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ അയാളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എന്താ തീരുമാനമുണ്ടാകുന്നത്? ഇയാൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ സമ്പത്തല്ല പരിഗണിക്കേണ്ടത്. ആ വ്യക്തി അയാളാണ് ഞാനെങ്കിൽ അയാളോടൊപ്പം, ഇയാളാണ് ഞാനെങ്കിൽ ഇയാളോടൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സമീപം. അവിടെ യഥാർത്ഥത്തിൽ നാം പരിഗണിക്കേണ്ടത് നീതിയും ന്യായവുമാണ്, അല്ലാതെ ആ വ്യക്തിയുടെ സമൂഹത്തിലുള്ള സ്വാധീനമോ മറ്റു ഘടകങ്ങളോ ഒന്നും തന്നെയല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാർത്ഥത പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ ചിന്താഗതിയാണ്. അതാണ് അല്ലാഹു പറയുന്നത്,
നീതി കുറവാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റരുത്. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം. മഖ്സൂം ഗോത്രം അറേബ്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു ഗോത്രമാണ്. അവിടെ മറ്റു ആളുകളാൽ പരിഗണിക്കപ്പെടുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ചില ഗോത്രങ്ങളുണ്ടല്ലോ, ചില ഖുറൈശി കുടുംബം എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്ന ചില പ്രത്യേക പ്രിവിലേജ് ഉള്ള ചില ആളുകൾ. അത്തരത്തിലുള്ള പ്രിവിലേജ് ഒരു മനുഷ്യനും ഇസ്ലാം നൽകുന്നില്ല, എല്ലാവരും തുല്യമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാകും. ഇങ്ങനെ പ്രിവിലേജ് കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഗോത്രമായിരുന്നു മഖ്സൂം ഗോത്രം. ആ ഗോത്രത്തിലെ ഒരു സ്ത്രീ മറ്റൊരാൾ ഒരു വസ്തു മോഷ്ടിച്ചു. അങ്ങനെ കുറ്റം പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ ഗോത്രത്തിന്റെ മഹിമയും പ്രാവീണ്യം അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധിക്കനുസരിച്ച് അവർ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ചില സഹാബിവര്യന്മാർക്ക് ചില പ്രയാസകരമായിരുന്നു, ചില ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ ശിക്ഷിക്കരുത് എന്ന് പറയുവാൻ നിർദ്ദേശിച്ച് ചില ആളുകളെ പ്രവാചകന്റെ അടുക്കിലേക്ക് അയക്കുകയുണ്ടായി. പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ് അതിൽ ചട്ടം കെട്ടിയത്. സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞ ചില സ്വഹാബികളുടെ അഭിപ്രായം മറ്റും പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ പ്രഖ്യാപിച്ചത്, വല്ലാഹി ലൗ സരിഖത് ഫാത്തിമ ബിൻത് മുഹമ്മദ് ലഅഖ്തൗ യദഹ. അല്ലാഹുവാണ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാൽ ഞാൻ അവളുടെ കൈകൾ ഛേദിക്കുക തന്നെ ചെയ്യും. ആ ഉറച്ച ശബ്ദം, ആ പ്രഖ്യാപനം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീതിബോധത്തില്ല. നമുക്കത് സാധിക്കും. നാം ആലോചിക്കേണ്ടത്, നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾ, അത് എന്റെ വേണ്ടപ്പെട്ട ആളാണെങ്കിലും അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെടണം എന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഇതിന്റെ പ്രവാചകൻ അവരോട് പറയുകയുണ്ടായി, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ നശിക്കാനുണ്ടായ കാരണം അവരുടെ വരേണ്യവർഗം, സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ എന്ന് വിചാരിക്കുന്നവർ തെറ്റുകൾ ചെയ്താൽ, കുറ്റങ്ങൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ അവർ വൃഥാ ഉപേക്ഷിക്കപ്പെടുകയും നിർദ്ദലരും നിരാലംബരുമായ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അതിദാരുണമായ അവസ്ഥയുണ്ടായതുകൊണ്ട് ആ അവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രവാചകൻ അവിടെ നിന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. നോക്കൂ, ഇസ്ലാമിലെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കൂട്ടരാണ് ജൂതന്മാർ. എന്നാൽ ആ ജൂതന്മാരുമായി ബന്ധപ്പെട്ട നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂറത്തുൻ നിസായിലെ 105 മുതൽ 115 വരെയുള്ള 10 ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടെ അള്ളാഹു ഉണർത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ആയത്തുകൾ അവതരിക്കുന്നത്. ഒരു ജൂതൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഒരു വസ്തു മോഷ്ടിച്ചു. ആ വസ്തു മോഷ്ടിച്ചിട്ട് ജൂതന്റെ പക്കൽ പണയത്തിന് കൊണ്ടുപോയി ആണ് പണയത്തിന് കൊടുക്കുകയും അതിന്റെ കാശ് വാങ്ങുകയും ഇയാൾ ചെലവഴിക്കുകയും ചെയ്തു. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ വഴക്ക് വന്ന സന്ദർഭത്തിൽ ആ മോഷ്ടിച്ച വ്യക്തി, ഞാൻ നിരപരാധിയാണ്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ജൂതന്റെ പക്കലാണ് തൊണ്ടി മുതലുള്ളത്. അതുകൊണ്ട് തന്നെ ജൂതനെതിരായി വിധി കൽപ്പിക്കുന്ന ഒരു സമീപനമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പരിഗണിച്ചത് സാഹചര്യ തെളിവുകളാണ്. ആ സാഹചര്യ തെളിവുകൾ ജൂതന് എതിരായി വരികയും അതോടൊപ്പം തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് വിശ്വാസിയായ വ്യക്തിക്ക് അനുകൂലമായി വരികയും ചെയ്തു. ഇവിടെ പ്രവാചകന് വഹിയിലൂടെ അള്ളാഹു സന്ദേശം അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ വഞ്ചന കാണിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ആ ആയത്തുകൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ ആ ആയത്തുകൾ ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: വസ്തഗ്ഫിരില്ലാഹ ഇന്നല്ലാഹ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാക. നാം താങ്കൾക്ക് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് താങ്കൾ സത്യപൂർവമായി, സത്യസന്ധമായി, ഹക്കോടുകൂടി ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുവാനാണ്. ബിമാ അറാക, താങ്കൾ അല്ലാഹുവിൽ നിന്ന് കാണുന്നത് പോലെ. വലാ തകുൻ മിനൽ ലിൽ ഖായിനീന ഹസീബ. നോക്കൂ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം, താങ്കൾ ഒരിക്കലും ഖായിനായ, ഖായിൻ എന്ന വഞ്ചകൻ, ചതിയന് വേണ്ടി വാദിക്കുന്ന സമീപനം താങ്കളുടെ പക്കത്ത് ഉണ്ടാകരുത്. ഇവിടെ പ്രവാചകന്റെ കക്ഷിയായ മുസ്ലിമും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായി എതിർത്ത് നിൽക്കുന്ന ജൂതനും തമ്മിലാണ് പ്രശ്നം. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുകൂലമായ തീരുമാനമെടുക്കുന്നത് മുസ്ലിമിന് അനുകൂലമായിട്ടാണ്. ആ മുസ്ലിമിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഖായിൻ എന്നാണ്, ചതിയൻ. ആ ചതിയിലൂടെ പ്രവാചകനെ സാഹചര്യ തെളിവുകളും മറ്റും സൃഷ്ടിച്ച് അയാൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോഴാണ് അള്ളാഹു പറയും, ഇങ്ങനെയുള്ള ചതിയന്മാരായ ആളുകൾക്ക് വേണ്ടി താങ്കൾ വാദിക്കരുത്.
എന്നിട്ട് തുടർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആളുകളുടെ ഒരു പൊതു സ്വഭാവം എന്താണ്? ഇങ്ങനെയുള്ള മേഖലകളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ആളുകളിൽ നിന്ന് ആളുകൾ മറച്ചു വെക്കും കാര്യങ്ങൾ. ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകളിൽ നിന്ന് മറച്ചു വെക്കും. എന്നാൽ അള്ളാഹുവിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നില്ല, അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹു അവരോടൊപ്പമുണ്ട്. താങ്കളുമായി അവർ രഹസ്യ കൂടിക്കാഴ്ച ചെയ്യുകയും അവർക്ക് അനുകൂലമല്ലാത്ത വിധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനെതിരെ നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരോടൊപ്പമുണ്ട് എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണമെന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു കാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആളുകൾ നമുക്ക് മറച്ചു വെക്കാം, പക്ഷേ അള്ളാഹുവിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു ഈ തരുണത്തിൽ അവിടെ ഉണർത്തുകയാണ്. ഇതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൊടിയ ശത്രുവായ ജൂതന് അനുകൂലമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇവിടെ വിധി വരുന്നത്. അപ്പൊ നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കോ നമ്മൾക്ക് അനുകൂലമായി നിൽക്കുന്ന നമ്മുടെ സംഘടനയിലെ ആളുകൾക്കോ അങ്ങനെയാണ് പല കാര്യങ്ങളും. ന്യായവും നീതിയും അതല്ല പരിഗണിക്കപ്പെടുക. എന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ സംഘടനയിലുള്ള ഞാൻ അംഗമായ അതേ സംഘടന മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ എനിക്ക് ഇങ്ങനെ തള്ളി പറയാൻ കഴിയും എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ന്യായവും മറ്റുമൊക്കെ മറുപക്ഷത്തായിരിക്കണം. അങ്ങനെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏത് വിഷയത്തിലായാലും. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നീതിയിൽ അധിഷ്ഠിതമായ ഈ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ഒരു സമൂഹത്തിന്റെ സമാധാനം, സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നീതിപൂർവ്വം നിലകൊള്ളുന്ന സാഹചര്യമാണ്. ആളുകൾ ഉത്തരവാദിത്തപൂർവ്വം നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ കൊടുക്കുക. ആളുകൾക്കിടയിൽ തീർപ്പുണ്ടാക്കുന്ന സന്ദർഭത്തിൽ നീതിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീതിപൂർവ്വമല്ലാത്ത വിധി തീർപ്പ് ഒരു സമൂഹത്തിലുണ്ടായാൽ അവിടെ രക്തച്ചൊരിച്ചൽ ഉണ്ടാവുന്നത്. ഒരു നാട്ടിൽ മുഴുവൻ അന്യായമാണ് നടക്കുന്നത്, ആരും ഒന്നും ഉണ്ടെന്നില്ല, ആരും പ്രതിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമാണുള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നീതിബോധം ഉള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ ശക്തമായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും. നമ്മുടേത് ഒരു ജനാധിപത്യ സമൂഹമാണ്. നീതിയല്ലാത്ത ഒരു കാഴ്ച കണ്ടാൽ അവിടെ വാക്കുറ്റിയിരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള സമീപനമല്ല, വളരെ ശക്തമായി അതിനെ നിഷേധിക്കുവാനും എതിർക്കുവാനും അതിനെതിരെ പറയുവാനുമുള്ള ചങ്കൂറ്റം കാണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നാം കൂടുതൽ നടത്തും. അല്ലാഹു പറയുന്നത് നീതി പാലിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആ മുഖസിദ്ദീഖുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമത്തിൽ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിക്കണമെന്ന് എല്ലാവരും ഏറ്റവും വലിയ ന്യായം, ഏറ്റവും വലിയ വിധി അത് ഉൾക്കൊള്ളുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ ആ ഉപദേശം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എൻ്റെ പൊന്നുമകനെ, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത്. ശിർക്ക് അതാണ് ഏറ്റവും വലിയ ദുൽമി എന്ന് പറഞ്ഞാൽ നീതിയുടെ വിപരീതമാണ്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു മുദ്രാവാക്യമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് പലപ്പോഴും. പക്ഷെ അതിന്റെ അടിസ്ഥാന ആശയം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പുലർത്തുന്ന ആളുകൾ വളരെ പരിമിതമാണ്. പ്രവാചകന്മാർ മുഴുവൻ ഈ ലോകത്തിൽ പഠിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ്. പ്രവാചകൻ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വനബിയ്യൂന വനബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്കുള്ള പ്രവാചകന്മാർ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കുക, ആരാധനയുടെ മുഴുവൻ വശങ്ങളും ആ അള്ളാഹുവിനെ അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നീതി, ഏറ്റവും വലിയ ന്യായം. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകളോട് പറയുന്ന കാര്യം. ശിർക്ക്, ബഹുദൈവത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ലോകത്ത്
ഒരു ഇലാഹിന്, അള്ളാഹു ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, അതുപോലെ മറ്റൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കലല്ലോ. യഥാർത്ഥത്തിൽ ബഹുദൈവത്വം അങ്ങനെയല്ലേ? അങ്ങനെ ലോകത്തുള്ള ആളുകളൊന്നും വിശ്വസിക്കുന്നില്ല. ഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ആ ശക്തിയുടെ സൃഷ്ടികൾ തന്നെയാണ് മറ്റു ഇതര ആളുകളൊക്കെ തന്നെ. അത് പല രൂപങ്ങളിലാണ്. ചില ആളുകൾ മരണപ്പെട്ട മനുഷ്യരാകാം, അല്ലെങ്കിൽ വിഗ്രഹങ്ങളാകാം, മറ്റു എന്ത് രീതിയിലാണ്. അവയൊക്കെ പ്രതിദാനം ചെയ്യുന്ന മറ്റു ചില ആശയങ്ങളാണ്. അതിന്റെ അടിസ്ഥാനം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അവരൊക്കെ തന്നെ. പക്ഷേ അവയുടെ മുമ്പിൽ മനുഷ്യൻ വലിയ ഭക്തിപരവേശം കാണിക്കുകയും അല്ലെങ്കിൽ ആരാധനാക്രമങ്ങൾ അർപ്പിക്കുകയും വിനയം കാണിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് അനീതിയാണ്, അന്യായമാണ് എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ നൽകുന്ന ഉപദേശം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൊടിയ അക്രമമായ ഈ ശിർക്ക് വരുന്നത് വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടത്. പ്രാർത്ഥനകൾ, ആരാധനകൾ, അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയാത്തൊരു വഴിയിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയും എന്ന ഒരു ശക്തിക്ക് കഴിയുമെന്നുള്ള ചിന്ത, അതാണ് യഥാർത്ഥത്തിൽ ശിർക്കിന്റെ അടിസ്ഥാനങ്ങൾ. ഒരു വ്യക്തി, നമ്മൾ മഹൽ വ്യക്തിത്വമായി കാണുന്ന വ്യക്തി നമ്മുടെ കാഴ്ചയിലില്ല എങ്കിൽ കൂടി നമ്മൾ അയാളോട് സഹായം തേടും. ആ സഹായം തേടുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അയാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഞാൻ അറിയാത്ത ഒരു വഴിയിലൂടെ, ഞാൻ നിങ്ങളെ ഈ സദസ്സിലുള്ള ഒരാളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് നേർക്ക് നേരെയാണ്, അദ്ദേഹം എന്നെ സഹായിക്കുന്നത് നേർക്ക് നേരെയാണ്. എന്നാൽ ഈ സദസ്സിലില്ലാത്ത ഒരാളോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അയാൾ എന്നെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മൾ സഹായിക്കാൻ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനം. അതിന് വിരുദ്ധമായി ഏതെങ്കിലും മരണപ്പെട്ടു പോയ മഹാത്മാവിന് അല്ലെങ്കിൽ മറ്റു രൂപങ്ങൾക്ക്, മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ശക്തികൾക്ക്, അത് കല്ലാവാം, അല്ലെങ്കിൽ ഒരു മരമാകാം, മറ്റെന്തെങ്കിലും ആകാം, ഒരു ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ കടുത്ത ആക്രമണം, കടുത്ത ദുൽമ് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം വിശേഷിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ദുൽമ് വരാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് പുറമെ നാം ഭക്തിപൂർവ്വം നോക്കിക്കാണുന്ന ഏത് വസ്തു, അത് വ്യക്തിയാവാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിൽ മറ്റെന്തെങ്കിലും വസ്തുവാണെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന ബോധമാണ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ കൊടിയ അക്രമമായ ശിർക്കിൽ നിന്ന് മാറി നിൽക്കുവാൻ, യഥാർത്ഥ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയേണ്ടത്. അതാണ് ന്യായത്തിന്റെ രീതിയിലെ ഏറ്റവും ഉയർന്ന നിദാനം എന്നുള്ളത്. അങ്ങനെ നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തിയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പോയ പാപങ്ങൾ, കുറ്റങ്ങളോ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളോ والمسلمين والمسلمات والأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. رب اغفر لهما رب ارحمني كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف